കോൺഗ്രസ് പിന്തുണ അഭിമാനപൂർവ്വം സ്വീകരിക്കുന്നുവെന്ന് അമ്പലപ്പുഴ UDF സ്ഥാനാർത്ഥി ജി സുധാകരൻ പറയുമ്പോൾ കൈയടിക്കുന്നവരിൽ CPM നേതാക്കളുമുണ്ട്. കോൺഗ്രസ് ഇന്ത്യയിലെ മതനിരപേക്ഷ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞ സുധാകരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായിക്ക് ഒരാളെ മാത്രമാണ് ജയിപ്പിക്കാൻ കഴിഞ്ഞതെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. CPM ഇന്ത്യ മുന്നണിയുമായി ചേരുമ്പോൾ പിണറായി വിജയൻ ഉറങ്ങുകയായിരുന്നുവെന്നാണ് സുധാകരൻ പരിഹസിക്കുന്നത്. തന്നെ പാർട്ടിയിൽ എടുത്തത് പിണറായി വിജയനാണെന്ന് പല വേദികളിലും അദ്ദേഹം പറഞ്ഞതായി അറിഞ്ഞുവെന്നും ശുദ്ധ നുണയാണെന്നും സുധാകരൻ പറയുന്നുണ്ട്. 1963 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്ന കാലത്താണ് പാർട്ടിയിൽ ചേർന്നത്. അന്ന് തനിക്ക് പിണറായി വിജയനെ അറിയില്ലെന്നും വെറും ചെറ്റക്കുടിലിൽ നിന്ന് വന്ന് ഇത്രയും കോടികൾ പിണറായി വിജയൻ ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും അന്വേഷിക്കണമെന്നും ജി സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ രാഹുൽ ഗാന്ധി എത്തിയ തെരഞ്ഞെടുപ്പ് വേദിയിലാണ് സുധാകരൻ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചത്. സജി ചെറിയാൻ പിണറായി വിജയന്റെ വലങ്കയാണ്. സജി ചെറിയാന്റെ അഴിമതി തുറന്നു കാട്ടിയാൽ UDFന് ചെങ്ങന്നൂരും കിട്ടും. BJPക്ക് 5 പഞ്ചായത്തുകളാണ് സജി ചെറിയാൻ സംഭാവന ചെയ്തത്. മാർസിനെയും ഏംഗൽസിനെയും വായിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ ഉള്ളതെന്നും വിജയരാഘവൻ എവിടെ പ്രസംഗിച്ചാലും അവിടെ CPM തോൽക്കുമെന്നും ജി സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞ തവണ മത്സരിച്ചെങ്കിൽ 50,000 വോട്ടിന് ജയിക്കാമായിരുന്നുവെന്നും ആലപ്പുഴയിൽ UDF അനുകൂല സാഹചര്യമാണുള്ളതെന്നും സുധാകരൻ പറയുന്നുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കാം. ദാരിദ്ര്യത്തിൽ ജനിച്ചവർ എങ്ങനെ കോടീശ്വരന്മാരായി? അവരുടെ വേഷം, അവരുടെ രീതി, അവരുടെ നടത്ത, കൈയൊക്കെ ഇങ്ങനെ അകറ്റിയുള്ള ഒരു നടത്ത, ഷർട്ടൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, ഇതൊക്കെ എവിടെ വന്നു? ഇതിനൊന്നും അംഗീകാരം കൊടുക്കരുത്. CPMനകത്ത് 63 വർഷം ഞാൻ പ്രവർത്തിച്ചത് ശരിയാണ്. ആദ്യത്തെ വർഷം അവിഭക്ത പാർട്ടിയാണ് 63 അന്നാണ് പാർട്ടി ചേരുന്നത്. 15 വയസ്സേ ഉള്ളെന്ന്. വളയുന്ന ഹൈസ്കൂളിൽ ഞാൻ പ്രസംഗത്തിനും ഉപന്യാസത്തിനും ഒക്കെ വളരെ മിടുക്കനായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പിടിച്ച് എന്നെ 15 വയസ്സിൽ 18 വയസ്സിലേ ചേരാൻ പറ്റുള്ളൂ പാർട്ടി മെമ്പറാക്കി. അന്നെനിക്ക് പാർട്ടിയെ പറ്റി കൂടുതലൊന്നും അറിയില്ല. വല്ല SM കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി SFIയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇതെല്ലാം പിണറായി എന്നെ വളർത്തിയെന്നാണ് പിണറായി പറയുന്നത്. അന്ന് പിണറായി എന്ന് ഈ തിരുവിതാംകൂറിൽ അറിയത്തോലുമില്ല. പിണറായി 1967 പിണറായി വിജയൻ എന്ന ഒരാളെ ഈ തിരുവിതാംകൂറിൽ ആരും കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല. അദ്ദേഹം മലബാർ തലശ്ശേരിയിൽ മാത്രം നിന്ന ഒരു കാലമാണ്. അദ്ദേഹം എല്ലാത്തിനും രക്ഷകത്വത്തെ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ പോരാടിയാണ് മത്സരിച്ച് വന്നത്. എൻ്റെ അനുജൻ രക്തസാക്ഷിയായി. അത് ഞാൻ മറന്നുപോയി എന്നാണ് പറയുക. ഭുവനേശ്വരൻ എന്ന രക്തസാക്ഷിക്ക് വേണ്ടി കേസ് നടത്താൻ 10 പൈസ പിണറായി വിജയൻ്റെ നേതൃത്വത്തോടൊപ്പം തന്നിട്ടില്ല. ആഞ്ഞിലിമരം വിറ്റാണ് ഞങ്ങൾ ആ കേസ് നടത്തിയത്. ആ സംഭവത്തിലേക്ക് നയിച്ചതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഗൂഢാലോചനയൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് അതിൽ പങ്കെടുത്ത ഒരാളോടും കോൺഗ്രസിലില്ലായിരുന്നു. ഒരാൾ പോലും ഇന്നത്തെ UDFിലില്ല. ഇതൊക്കെ എടുത്ത് പറയുകയാണ് അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ 2400 പേരെ കൊലപ്പെടുത്തിയ പശ്ചിമ ബംഗാളിൽ നിങ്ങൾ ആരുമായിട്ട കൂട്ടുകൂടിയത്? അവരാരും ഇപ്പം ഇല്ല. ഇതൊന്നും അല്ല ചരിത്രം. ചരിത്രം മാറി. ഇന്ത്യ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വർഗീയശക്തികൾ പിടിമുറുക്കുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ സെക്യുലർ ഫോഴ്സുമായി കൂട്ടുകയറണമെന്നുള്ളത് മാർക്സ് പോലും അംഗീകരിച്ചിട്ടുള്ളതാണ്. മാർക്സിനെ അറിയാത്ത മാർക്സിസ്റ്റുകാരാണ് ഇവിടെയുള്ളത്. എംഗൽസിനെ വായിക്കാത്ത മാർക്സിസ്റ്റുകാരാണ് ഇവിടെയുള്ളത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തലതിരിച്ചാണ് വായിച്ചതെന്നാണ് വിജയരാഘവൻ പറയുന്നത്. ഞാൻ അയാളെ പരാജയരാഘവൻ എന്നാണ് വിളിക്കുന്ന. കാരണം 1.5 ലക്ഷത്തിനാണ് ഇപ്പോൾ പാർലമെന്റിൽ തോറ്റത്. 1.5 ലക്ഷം കൊണ്ട് തോറ്റു. അയാൾ എവിടെ വന്ന് പ്രസംഗിച്ചോ അവിടെ LDF തോക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ വാഗ്വിലാസം. വിജയരാഘവൻ വാഗ്വിലാസം. അപ്പോൾ ഇവിടെ ഈ ജില്ലയിൽ കോൺഗ്രസ് പ്രത്യേകിച്ച് UDF പൊതുവിൽ, മുസ്ലിം ലീഗും കോൺഗ്രസും പ്രത്യേകിച്ച് UDF പൊതുവിൽ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയാൽ 2 or 1 സീറ്റിലായി LDF ചുരുങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് അവിടെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഒരു പാർട്ടിക്കും ഇവിടെ സ്ഥിരം സീറ്റില്ല. സ്ഥിരമായി ഇവിടെ ജയിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ കഴിയില്ല. ആ കാലമൊക്കെ പോയി. എല്ലാവരും മാറി അമ്പലപ്പുഴ തന്നെ VS ജയിച്ചു തോറ്റു. ചന്ദ്രനാഥൻ ജയിച്ചു തോറ്റു. സദാശിവൻ ജയിച്ചു തോറ്റു. 114 വോട്ടിന് ഞാൻ ദിനകരനോട് തോറ്റതാണ് അവിടെ. ഇപ്പം ഞാൻ 3 തവണ തുടർച്ചയായിട്ട് 12,000, 17,000, 23,000 ജയിച്ചു. കഴിഞ്ഞ തവണ എന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷത്തോടെ മാറിയിരുന്നു. ഞാൻ മത്സരിച്ച 50,000 വോട്ട് കഴിഞ്ഞവണ് ജയിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പാർട്ടി അച്ചടക്കം പാലിച്ചു. പാർട്ടി നിന്നപ്പോൾ ഞാനിപ്പോൾ സ്വന്തം എൻ്റെ തലയിൽ ഭാരമില്ല. ഇപ്പോൾ മഹാകവി ടാഗോർ നോബൽ സമ്മാനം കിട്ടിയ ഗീതാഞ്ജലിയിലെ ഷാൻസെ പറയുന്നത് പോലെ മൈൻഡ് ഈസ് ഫ്രീ. എവിടെ മനസ്സ് സ്വതന്ത്രമായിരിക്കുന്നു.